സൂര്യ, നീ എവിടെയായിരുന്നടാ? ചെറിയമ്മ വന്നിട്ട് എത്ര നേരായെന്നറിയോ? പെങ്ങളുടെ വിവാഹ നിശ്ചയം നടക്കുമ്പോ എല്ലാ കാര്യത്തിനും ആങ്ങളുടെ ഒരു ശ്രദ്ധ ഉണ്ടാവണ്ടേ? നിങ്ങൾ എന്റെ കൂടെ വാ. എങ്ങോട്ട്? വാ ചെറിയമ്മേ, വാ. നമുക്കേ കുടുംബകാര്യങ്ങൾ ഒരുപാട് സംസാരിക്കാനുള്ളതല്ലേ. കൈവിട്. നീ എന്തായി കാണിക്കുന്നേ? ഗംഗയുടെ കൈവിടാനാ പറഞ്ഞത്. ഇതിനകത്ത് കിടന്നതിന് ചാവണമെന്ന് തനിക്ക് വല്ല നിർബന്ധമുണ്ടോ? ഉണ്ടോടോ? ഇല്ല. ആയിക്കോട്ടെ. ഇങ്ങോട്ട് വാ. ദേ, വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഇറങ്ങിപ്പോകാൻ എന്റെ കുടുംബം പറഞ്ഞിട്ടും അത് അനുസരിച്ചില്ല എന്ന് ഞാൻ അറിഞ്ഞു. ദേ, ഇറക്കി വിടണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ എന്നോട് എന്തെങ്കിലും ഭീഷണിയുണ്ടോ? നീ എന്തൊക്കെയാടേ ചോദിക്കുന്നേ? ചെറിയമ്മയ്ക്കും ചെറിയച്ഛനും നിങ്ങളോട് എന്ത് ഭീഷണിയാ? നമുക്കിടയിൽ ചെറിയ എന്തോ ഒരു പ്രശ്നം ഉണ്ടായി. അതിന്റെ പേരിൽ നടന്ന ഒരു വഴക്ക്. അതിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഹത്ത് കൈവച്ചതല്ലേ? നിങ്ങളുടെ തൊഴിലാളിയുടെ ദേഹത്ത് സുദർശൻ വന്നൊന്ന് കൈവച്ചു. അതെ, മതി മതി മതി. പഴംപുരാണെങ്കിൽ എടുത്തിങ്ങോട്ട് വിളമ്പട്ട. ഏട്ടനും അനിയത്തിയും പുറത്തേക്ക് ഇറങ്ങാൻ നോക്ക്. ചെല്ലു ചെല്ല്, പോ പോ. അയ്യോടെ മോനെ, നിന്റെ അച്ഛനമ്മയും വന്ന് ഞങ്ങളെ കണ്ടു. ഇറങ്ങി പോണോന്നും പറഞ്ഞു. അവരോട് ഇറങ്ങി പോകില്ലെന്നാണ് ഗംഗ പറഞ്ഞതെങ്കില് നിന്നോട് പിന്നെ ഞാൻ മാറ്റി പറയൂ? പറയുന്നത് മര്യാദയ്ക്ക് അനുസരിച്ചില്ലെങ്കിൽ ഒന്നുകളെ ഞാൻ ഇതിനകത്തിട്ട്. കേട്ടല്ലോ സൂര്യ? അച്ഛാ, ഇവരെ പിടിച്ച് പുറത്താക്കാൻ പറ്റില്ല നിങ്ങക്ക്? എടാ, ബഹളം വെച്ച് പുറത്താക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. പിന്നെ ഈ വന്നിരിക്കുന്നവരോട് മുഴുവൻ അതിന് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ക്ഷമിച്ചത്. നീ ഇങ്ങോട്ട് പോര്. അവരെവിടെങ്കിലും നിന്നോട്ടെ, നീ വാ. അതെങ്ങനെയാച്ചാ ശരിയാവുന്നേ? ഇത് നമ്മുടെ ഫംഗ്ഷൻ അല്ലേ? അപ്പൊ ഇവിടെ എന്ത് നടക്കണമെന്ന് നമ്മളല്ലേ തീരുമാനിക്കുന്നത്? ഒന്നും മെല്ലെ. സൂര്യ, നമ്മുടെ ഫംഗ്ഷൻ നന്നായിട്ട് നടക്കേണ്ടത് നമ്മുടെ മാത്രം ആവശ്യമാണ്. നമ്മൾ ആരും ഇവരെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ വിളിക്കാത്ത സദ്യക്ക് ഉണ്ണാൻ വരുന്നവരെ ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ? ഏട്ടൻ കേട്ടോ ഏതൊക്കെ രീതിയിലാ നമ്മൾ അപമാനിക്കുന്നതെന്ന്? നമ്മൾ മനസ്സിൽ കാണുന്ന നന്മ ഇവർക്കാർക്കും കാണാൻ പറ്റുന്നില്ല. നിർത്തടി. ഇത്രയും പേര് നിന്നെ വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ല എന്ന് ശടിക്കുന്ന നിന്റെ ഈ തൊലിക്കട്ടി ഉണ്ടല്ലോ, അതിനാ ഞാൻ സമ്മതിച്ചു തരേണ്ടത്. ഭർത്താവ് ജയിലിൽ കിടക്കുന്നത് വലിയ സംഭവമായിട്ട് കാണാൻ പറ്റുന്ന ഒരുത്തിക്ക് ഇതല്ല, ഇതിന്റെ അപ്പുറം നാണം കെട്ട് നിൽക്കാൻ പറ്റും. ഇവരിൽ ഒരാൾ ഇവിടെ പിടിച്ച് പുറത്താക്ക് സൂര്യ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ മുടിക്ക് കുത്തിപ്പിടിച്ച് പുറത്ത് വലിച്ചെറിഞ്ഞാണ് നിങ്ങളെ. പക്ഷേ തൽക്കാലം എന്റെ കുടുംബത്തിലെ മുതിർന്നവരുടെ തീരുമാനത്തിനൊപ്പം നിൽക്കാൻ ഞാൻ. ഏതെങ്കിലും ഒരു മൂലയിൽ ചെന്ന് നിന്നോണം. പക്ഷേ അതിനപ്പുറത്തേക്ക് ചൂടെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് മുമ്പിൽ നാണക്കേടാവുമെന്ന് ഞാൻ വിചാരിക്കില്ല. മനസ്സിലായോ? ഇവളൊക്കെ അച്ഛാ, വേണ്ടടാ. അവരൊതുങ്ങി പോകുന്നെങ്കിൽ അവരങ്ങ് പോട്ടെ. ചില നേരത്ത് നമ്മൾ ക്ഷമ കാണിച്ചേ പറ്റൂ.